തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. 9.5 കിലോ കഞ്ചാവുമായി പെരുമറ്റത്ത് നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ എക്സൈസ് പിടിയിൽ. മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് കോതമംഗലത്തേക്ക് കഞ്ചാവുമായി സ്കൂട്ടറിൽ വരുന്നെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികളെ പിടികൂടിയത്. 9.5 കിലോ കഞ്ചാവുമായി എത്തിയ മൂവർ സംഘത്തെ കോതമംഗലം എക്സൈസ് പിടികൂടി. ബംഗാൾ കൊൽക്കത്ത സ്വദേശികളായ അതിക്കുൽ ഇസ്ലാം, SK സമീൻ, SK മാമൻ എന്നിവരെ കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ സബിൻ ഡി, എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് കോതമംഗലത്തേക്ക് കഞ്ചാവുമായി മൂവർ സംഘം സ്കൂട്ടറിൽ വരുന്നുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് പെരുമറ്റത്ത് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് വിൽപ്പനക്കാർ പിടിയിലായത്. 2 കിലോ കഞ്ചാവ് വണ്ടിയിൽ നിന്ന് കിട്ടിയതിനെ തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പെരുമറ്റം പുഴയുടെ തീരത്ത് പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച 7.5 കിലോ കഞ്ചാവ് കൂടി കണ്ടെത്തുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാട്ടുകാരുടെ സഹായം ലഭിച്ചതിനാലാണ് കൂടുതൽ കഞ്ചാവ് കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സിബിൻ ടി പറഞ്ഞു. ഇന്നേ ദിവസം നമ്മുടെ ഓഫീസിൽ കിട്ടിയ ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കേസ് കണ്ടെടുക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ, മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് 3 പേര് ഒരു സ്കൂട്ടറിൽ ട്രിപ്പിളായിട്ട് വരുന്നുണ്ടെന്നും അവരുടെ സ്കൂട്ടറിനകത്ത് കഞ്ചാവ് സൂക്ഷിക്കുന്നുണ്ടെന്നും ഈ ഭാഗത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവരുവാണെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്ഥലം കാരക്കുന്ന ഭാഗത്ത് പോയി വാഹന പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഇവർ നമ്മുടെ വാഹനം കണ്ടു, നമ്മൾ കൈ കാണിച്ച് അവർ നിർത്താതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷെ വണ്ടി ഓഫായി പോയി. അങ്ങനെ ഞങ്ങൾ അവരെ പെട്ടെന്ന് രക്ഷപ്പെടാതെ നമ്മൾ പിടികൂടി. അതിനുശേഷം വാഹനത്തിൽ നിന്ന് നമുക്ക് ഏകദേശം കിട്ടിയ കഞ്ചാവ് ഏകദേശം ഒരു 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. പിന്നെ അവരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ബാക്കിയുള്ള എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പെരുമറ്റം ഭാഗത്ത് പെരുമറ്റ പള്ളിയുടെ സമീപത്തുള്ള ഒരു ആറ്റ് ഇറമ്പിൽ ഇവർ കൂടുതൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്നൊരു രഹസ്യവിവരം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും അവിടെ ചെന്നു. അത് കുറച്ചുകൂടെ സാഹസികമായിരുന്നു. കാരണം പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ അകത്ത് കയറി വേണം. അവർ അത്ര പെട്ടെന്ന് സാധാരണക്കാർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പൊന്തക്കാട്ടിനകത്ത് സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം, ആ നാട്ടിലെ നിവാസികളുടെ ഒരു ഹെൽപ്പ് നമുക്കുണ്ടായിരുന്നു. അവർ നമ്മളെ വളരെയേറെ സഹായിച്ചു, പ്രത്യേകിച്ച് ആ പള്ളിയിലെ വിശ്വാസികൾ. അപ്പൊ അവരുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ബാക്കിയുള്ള കൊണ്ടിവിടെ കണ്ടെടുക്കാൻ പറ്റിയത്. ആ കാര്യത്തിൽ എനിക്ക് ആ നാട്ടുകാരോടുള്ള നന്ദിയോടെ ഞാനൊന്ന് പറയാണ്. അതുപോലെ നാട്ടുകാരായിട്ടുള്ളവരൊക്കെ നമ്മളെ ഇതുപോലെ കേസൊക്കെ എടുക്കുന്നതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രവി വി, പ്രിവന്റീവ് ഓഫീസർമാരായ ലിബു PV, ഷമീർ VA, സുനിൽ VS, റസാഖ്, സോബിൻ ജോസ്, ജിമ്മി VL, ഉബൈസ് PM, CPOമാരായ വികാന്ത് PV എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ 1-ാം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ്, 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.